വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിഷിംഗ് വാസ് ലക്ക്. അപ്പോൾ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളപ്പോൾ സ്കൂളൊക്കെ ഉണ്ട്. അപ്പോൾ വെക്കേഷൻ ടൈമാണ്. എനിക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂൾ ഓർക്കും. പക്ഷേ എത്ര പെട്ടെന്നാണ് സമയം പോയത്. ബട്ട് എനിക്ക് സമയം പോകും. ഞാൻ ന്യൂ സ്കൂളിലോട്ടാണ് ഗൈസ്. ഞാൻ നേരത്തെ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റ് ആൻഡ്രൂസ് LP സ്കൂൾ. അവിടെ അഡ്മിഷൻ ഓൾറെഡി എപ്പോഴേ സ്റ്റാർട്ടഡാണ് ഗൈസ്. ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഗൈസ്. അപ്പോൾ എനിക്കാരും അവിടെ അഡ്മിഷൻ എടുക്കാൻ മാത്രം എനിക്കാരുമില്ല. എനിക്ക് കുഞ്ഞുപാവകളും ഒരു +2 മണ്ടയിലുള്ളവരും അങ്ങനെയൊക്കെയാണ്. അല്ലാതെ ഒരു LKG ആ ഒരു സ്കൂളിൽ എനിക്ക് ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. അല്ലെങ്കിലും കതിർക്കാട് അടുത്തുള്ളവർക്ക് ബസ് ആ BC ഈ BC എന്നൊക്കെ പറയും കുറേ ഉണ്ടാവും. അത് പിന്നെ എന്താണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ പോകാൻ പോകുന്നത് വിമലമാത HS കഥയിൽ ഉണ്ടായിരുന്നു. ഐ എം സോ പ്രൗഡ് ഓഫ് ദിസ് ബിക്കോസ് ഞാൻ UP സെക്ഷനിലോട്ട് കയറി ഗൈസ്. അതിനനുസരിച്ച് മറ്റൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ എനിക്ക് ഈ അടുത്ത മാസം തന്നെ 10 വയസ്സാവും. ബിഗ് ഗേൾ അല്ല, ചൈൽഡിൽ നിന്ന് കിഡിൽ നിന്ന് ഒരു പൊടിയില്ല. എന്നെ കണ്ടാൽ പറയില്ല, പക്ഷെ എന്നാലും പൊടിക്കുഞ്ഞ് ഇത് ഏറ്റവും നടപ്പും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ടിപ്പോൾ ഒരു ഏകദേശം എൻ്റെ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ ആയി. ഇനി 18 വയസ്സ് കഴിയുമ്പോൾ ജോലി പൂർത്തിയാവും. എനിക്കറിയാം എന്തെങ്കിലും ആവട്ടെ. ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഇന്നത്തെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പറയുമ്പോൾ കുറച്ചധികം ഐറ്റംസ് മേടിച്ചു കാണിക്കാം. കുറച്ച് മെയിൻ ആയിട്ടുള്ള ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ട്, അത് കാണിക്കാം. എക്സാക്ട്ലി പറഞ്ഞാൽ ടിഫിൻ ബോക്സ്, പപ്പിക്കട, പിന്നെന്താവും വാട്ടർ ബോട്ടിൽ, ബോക്സ്, ആ ചിപ്പ്, എനിക്കതൊക്കെ എടുക്കും കൂടെ. ബുക്ക് സോ ഇമ്പോർട്ടൻറ്റ്. എങ്ങനെ പഠിക്കുന്നതാണ് എനിക്ക് അത് ചെയ്യണ്ട് എന്നൊരു രീതിയിലാണ്. പുതിയ സബ്ജക്റ്റാണ് UP സെക്ഷൻ സബ്ജക്റ്റാണ്. എനിക്ക് കഴിഞ്ഞ വർഷത്തിലോട്ട് കുറേ സബ്ജക്റ്റ് കൂടിയിട്ടുണ്ട് കൈസിന് വേണ്ടി. അവർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് പൊടി അടിച്ചോളൂ. ഇപ്പോൾ പൊടി അടിക്കാൻ നമുക്ക് നേരെ കണ്ടിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ TDMൻ്റെ ഒരു കവറിലാണ് ഇരിക്കുക. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ TDMൻ്റെ കവർ. ഇപ്പോൾ അവർ കവർക്ക് മാറ്റിയില്ല. എനിക്ക് തോന്നാന്ന് പറഞ്ഞത് ചക്കൂസ് എൻ്റെ അങ്ങനത്തെ ഐറ്റംസ് ഇരിക്കുന്നത്. ഞാൻ ഓരോന്നൊക്കെ കാണിക്കാം. ഫസ്റ്റ് ടിഫിൻ ബോക്സ് സ്റ്റീലിൻ്റെ ആണെങ്കിൽ ഇതിൽ കണ്ണാടിക്ക് നോക്കട്ടുണ്ടോ? അയ്യോ, എവിടെ മൊബൈൽ എവിടെ കണ്ട് കണ്ണാടിക്ക് നോക്കണം. ഓക്കെ, ഇല്ല, ഇതെൻ്റെ ബ്രദറിൻ്റെയാണ്. പിന്നെന്താ പിന്നെ വാട്ടർ ബോട്ടിൽ കാണിച്ചു തരാം. ഇതെൻ്റെ ബ്രദറിൻ്റെ ആട്ടോ, ബ്ലൂ. ഞാൻ ഈ തവണ അങ്ങനെ വലിയ വെറൈറ്റി ഒന്നും എടുക്കണ്ട, കുറച്ച് വലിയ പത്രത്തൊക്കെ ആയല്ലോ. അതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ തന്നെ ഇത് കുറച്ച് ഇഷ്ടപ്പെട്ടു. ഇതാണ്. ഓക്കെ, ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് എന്ന് ഞാൻ പറയില്ല. ഐ എം സോ സാറ്റിസ്ഫൈഡ്. ഇതെൻ്റെ കൊട കളർ കൊട. അയ്യോ, കളർ കൊട എടുക്കണമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കളർ കൊട എടുത്തേക്കാം. അല്ലെങ്കിൽ സാരമില്ല, കുറച്ച് കാര്യമൊക്കെ ചിന്തിച്ചാണ്. പക്ഷേ സ്കൂൾ സമയമെന്ന് പറഞ്ഞാൽ പോയപ്പോൾ വലിയ എക്സൈറ്റേഷനിലൊക്കെ ആയിരിക്കും പോകണം. ബട്ട് തിരിച്ചു വരുമ്പോൾ മുഖത്ത് കടന്ന് കൃത്യം അതിലായിരിക്കും. ഞാനും അങ്ങനെ കേട്ടോ ഗൈസ്. ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെ വിചാരിക്കുന്നു. ഒക്കെ നമ്മൾ എന്ത് പറയുന്നു അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള സാധനം എടുത്തരും. അതാണ് എൻ്റെ ഇത്. ബട്ട് എൻ്റെ അമ്മ എനിക്ക് ഷാർട്ടസ്റ്റ് എടുത്തരും. എൻ്റെ അമ്മ ഞാൻ ഫസ്റ്റ് പിന്നെന്താ പോപ്പിക്കുട. ഞാൻ എല്ലാ വർഷവും പോപ്പിക്കുട എടുക്കുന്നത്. ഇത് പോപ്പിക്കുടയില്ല, പകരം റാബിറ്റ് കഴിച്ചിട്ടുണ്ട്. റാബിറ്റ്. അപ്പോൾ നമ്മുടെ മെയിൻ ഐറ്റംസ് ഇത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് ഒരു ചിന്ന മെയിൻ ഐറ്റം കവറിലാക്കട്ടെ ഗൈസ്. ഞാൻ അമ്മ വീട്ടിൽ ഇരുന്നാട്ടെ ഈ വീഡിയോ എടുക്കുക. ഞാൻ ഫസ്റ്റ് ടൈമാണ് അമ്മ വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കുന്നത്. ഞാനൊന്നും വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ട് കാര്യം സോ മൈൻഡ് സെറ്റ് വേണം. പോയില്ലേ? ഓക്കെ, മെസ്സേജ് എനിക്ക് മൊത്തം കഴിഞ്ഞു പോകും. ഇന്നെടുക്കുന്നതാണ് ശരി പറവേ. എൻ്റെ ബ്രദറിനെ കാണിക്കില്ല, എനിക്ക് മാത്രമേ കാണിക്കുന്നുള്ളൂ. ചെറിയ മെയിനായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ ഈ വ്ലോഗിൻ്റെ പേരൊക്കെ മാറ്റി ഇവ ആൻഡ് ഇവ ഇട്ടിട്ട് പ്രൊഫൈൽ പിക്ചറിന് മാറ്റിയിട്ട് എൻ്റെ ഒരു ഇത് കിട്ടുക. ഇത് ചിലപ്പോൾ എടുത്ത് TDM എന്നാണ്. അത് ജഫിൻ്റെ തിങ്കാണ്. ഇതുണ്ടോ
ഇതാട്ടോ. ഇന്ന് സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ആണ് ഇന്ന് സൈസ്. അല്ല ഒരു ഹീൽസ് ഒന്നും കേട്ടോ കേസുണ്ടോ, ഒരു ചെറിയ ഹീൽസ്. ഇത് സ്കൂളിൽ കൊണ്ടുപോകാനാണെന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഒരു എന്താണ് ഒരു നല്ല ഇറക്കമുള്ള പാൻറ്റാണ് എൻ്റെ യൂണിഫോം വരുന്നത്. അപ്പോൾ നമ്മൾ യൂണിഫോം വരുമ്പോൾ ഇപ്പോൾ മഴക്കാലത്ത് ആകുമ്പോൾ ചുരുക്കി തെറിക്കും. അപ്പോൾ കാലോട് തിരിച്ച് യൂണിഫോം ബ്ലാക്ക് ആണ് പാൻറ്റ്, അതുകൊണ്ട് ശരി അത് അറിയില്ലായിരിക്കും ഇല്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. ലവ് അതിൽ ബ്ലാക്ക് ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു ഞാൻ വിചാരിച്ചതാണ്, ഇവിടെ ഇവിടെ ബ്ലാക്ക് ഇല്ലായിരുന്നു. സ്ഥലം ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഞാൻ ബ്ലാക്ക് ഉണ്ട്, പക്ഷേ 7 സൈസിൽ എവിടെ ഇല്ലായിരുന്നു. നമുക്കിതൊന്ന് പാക്ക് ചെയ്തിട്ട്, ഇത് പാക്കിങ് കുറച്ച് പണിയെടുക്കും, പക്ഷെ നമ്മൾ പാക്ക് ചെയ്യണം. ഇതാണ് എൻ്റെ ഇത്. ഓക്കെ, നമ്മൾ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വരും. പിന്നെ എന്താ വെച്ചാൽ എൻ്റെ ചേട്ടൻ്റെ ചെരുപ്പാണ്. എൻ്റെ ചേട്ടൻ്റെ ചെരുപ്പാണ്. ഞാൻ ഈ ടിഫിൻ ബോക്സും കൂടെ എന്തോ ഈ കളക്കുളക്ക എന്നോ സൗണ്ട് കേൾക്കുമ്പോൾ ഒരു ഇത് ഇങ്ങനെ ഈ ബുക്കും ഇതൊക്കെ കാണുമ്പോഴാണ് സ്കൂളൊക്കെ തുറന്നു എന്നൊരു ഫീല് വരുന്നു. ഓക്കെ, ഇനി മീൻ വെച്ചാൽ അറ്റണ്ട മീനൊന്നും അല്ലെങ്കിലും കുറച്ചൊക്കെ മീനായിട്ടുള്ള ഒരു ഐറ്റം കാണിച്ചു തരാം. ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റിലാണ് ഈ ഫേനെ മേടിച്ചു. ഓക്കെ, ഞാൻ എന്തൊക്കെ നോക്കിയിരുന്നത്. ഇതിലൊരു സാധനമുണ്ട്, ഞാൻ മറ്റേ ഗൈസ് അത് എന്തോ കാര്യത്തിന് വിളിച്ചാൽ. ഓക്കെ, ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബുക്ക് പൊതിയതാണ്. അത് വെച്ച് ഇങ്ങനത്തെ ഇത് ബുക്ക് പൊതിയുന്ന ഐറ്റംസാണ് ഞാൻ കാണിക്കുന്നത്. ബുക്ക് പൊതിയുന്നതെന്ന് വെച്ച് ഞാൻ 3 ടൈപ്പ് മേടിച്ചു. പിന്നെ ഈ ടൈം കുറച്ച് വെറൈറ്റി അവർക്ക് ബ്രൗൺ പേപ്പറൊന്നും മേടിച്ചില്ല, പകരം ഇങ്ങനത്തെ മേടിച്ചത് കണ്ടോ, ഡോട്ട് പോലെ നല്ല ഒരു ടൈപ്പില്ലേ, അതാണ് ഞാൻ മേടിച്ചത്. അങ്ങനെ ഇത് യെല്ലോ ഫോർ മൈ ബ്രദർ ആൻഡ് പിങ്ക് ഫോർ മീ, അത് ഉറപ്പല്ല. പിന്നെ ഇത് നിങ്ങൾക്ക് വേദപാഠം ബുക്ക് പൊതിയാൻ വേണ്ടിയാണോ. ഇത് ബ്രൗൺ പേപ്പറിൽ ഇങ്ങനെ നോക്കാൻ പറ്റും. ഇതിലോ ഇപ്പം ഇതിൽ നോക്കാൻ പറ്റും, ഇത് നോക്കാൻ പറ്റൂല. ഇത് രണ്ടൊന്നാലും. പിന്നെ എന്താണ്, എൻ്റെ കുറേ അച്ചാർ ഐറ്റംസ് ഒക്കെ ഇതിലുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെന്താണ്, പിന്നെ ഇതെൻ്റെ ബ്രദറിൻ്റെ ആണ്. ഇതിലെന്തൊക്കെയുള്ള ഇനി കാണിച്ചാവും തല്ലിക്കൊള്ളു. ഫസ്റ്റ് തന്നെ ഇത് ഈ മീൻകാരൻ കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മുടെ സ്പിന്നർ പോലെയുള്ള കട്ടർ, പക്ഷേ സ്പിന്നറിലൂടെ നോക്കാൻ പറ്റും. കോളെടുത്ത് കണ്ടിട്ടുണ്ട്, ഇന്ന് ക്രിസ്റ്റലും കണ്ടിട്ടു. പിന്നെ എന്താണ് അപ്സറേൻ്റെ ഒരു കട്ടർ, നോർമൽ കട്ടർ ഉണ്ടാവുള്ളൂ. ഇത് വെറൈറ്റി ഒന്നുമല്ല. പിന്നെ പേനയിൽ കുറച്ച് വെറൈറ്റി ഗോൾഡൻ പെന്നാണ് എടുത്തത്. ഗോൾഡൻ്റെ ഇവിടെയൊക്കെ ഇത് വരില്ലേ അത്. പിന്നെ അടുത്ത താഴെ കളിയുണ്ട്. ഓക്കെ, അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്കീം ചേർന്നുണ്ട്. ഒന്ന് ഇന്നിപ്പോൾ ഫ്രീ കിട്ടിയതാണ്. പിന്നെ ഒരു പെൻസിലാണ്. പിന്നെ എന്താ നമ്മളെ ഒരു ഗോൾഡൻ പെന്ന് 2 എടുത്തു കേട്ടോ. പിന്നെ ഒരു 5 രൂപേൻ്റെ ഒരു നോർമൽ സ്കെയിൽ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ചേർത്ത്. ഓക്കെ, ഇത് ഒരു എന്തോ ഒരു റെഡ് ഇതിൻ്റെ ഒപ്പം ഫ്രീ കിട്ടിയതാണ്. ഇതെന്തോ ഇത് ക്യാപ്റ്റനെ മേടിക്കാൻ കൊണ്ടുവരുന്നുണ്ടോ, അതേപോലെ മാച്ചിങ് സ്കെയിൽ. ഇതിൻ്റെ ഫ്രീ കിട്ടിയതാണ്. ഞാൻ കുറച്ച് സാധനം ഇതിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട് ഗൈസ്. ദാറ്റ് ഈസ് മൈ സ്വഭാവം. അവൻ്റെ കഴിഞ്ഞതിനകത്ത് എൻ്റെയാണ്. എൻ്റെ കുറച്ച് നല്ലതാണ്, പറയുന്നില്ല. ഇത് എൽസൈൻ്റെ ഒരു ബോക്സാണ്. അതെ, ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പെന്നുണ്ട്, 2 പിങ്ക് പെൻ ആൻഡ് ഒരു സ്കെയിലുണ്ട്. പിന്നെ ഞാൻ ഒരു മാജിക് അത് ഞാൻ മാജിക് നമുക്ക് അവസാനം കാണാം. നമുക്ക് മാജിക് അവസാനം കാണാം. പിന്നെ ഇവിടെ ടൈം ടേബിൾ വെച്ചിട്ടുണ്ട്. അതെൻ്റെ ചേട്ടൻ്റെ അതിൽ നിന്നാണ് ഞാൻ അടിച്ചു മാറ്റി. പിന്നെന്താണ്, പിന്നെ ഇത് ക്യൂട്ട് റബ്ബറുണ്ട് ഇതിൽ, ഇങ്ങനെ ക്യൂട്ട് കേട്ടോ. പിന്നെന്താണ് ഇതിൽ, പിന്നെ ഒരു അപ്സറേൻ്റെ നോർമൽ സ്കെയിലുണ്ട്. പിന്നെന്താണ് ഇതെന്താ, ഇതൊരു കോംസിൻ്റെ ഒരു പെൻസിലുണ്ട്. പിന്നെ ഒപ്പം ഒരു ഇതിൻ്റെ ഇപ്പം ഇതിനൊക്കെ ഫ്രീ കിട്ടിയ മാതിരി ഒരു എൽസയും അങ്ങനെ കുറേ ആൾക്കാരുള്ള ഒരു പെൻസിൽ, കളർഫുൾ പെൻസിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗ്ലൂ സ്റ്റിക്കാണിത്. അത് ഞാൻ ഒരു ആവശ്യത്തിന് വെച്ചാണ്. അവിടെ 9 രൂപയ്ക്ക് കിട്ടുന്നത്. 10 രൂപയ്ക്ക് ഞാൻ കേട്ടുള്ളൂ. ഇനി നമുക്ക് മാജിക് കാണാം. ഓക്കെ,
ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇതെന്താണ്. അപ്പോൾ ഇതൊരു മാർക്കറുണ്ട്. ഇത് ചേട്ടൻ്റെയാണ്, ഞാൻ അടിച്ചു മാറ്റിയതാണ്. ടൈം ടേബിൾ ചേട്ടൻ്റെ ആണ്, ഇതും ചേട്ടൻ്റെയാണ്, അടിച്ചു മാറ്റിയത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എന്താണ് ഇതിനെ വിവാ SS ബ്ലോഗ് എന്ന് എടുത്തിട്ട് കേട്ടോ കാണിച്ചാൽ. ഇനി ഇതിനുണ്ട് കേട്ടോ. അയ്യോ അമ്മേ, അയ്യോ 1 മിനിറ്റ് ഇപ്പോൾ കേട്ടോ. ഓക്കെ, ഇനി ഇവ SS ബ്ലോഗ് ഒന്ന് കാണിച്ചു തരാം. എഴുതിയിട്ട് നല്ല സ്മൂത്തായിട്ട് ചെയ്താൽ നല്ല സുഖമാണ് കണ്ടോ. അയ്യോ ഇവ SS ബ്ലോഗ്. നമുക്കിതിൻ്റെ ബാക്കിങ്ങിന് സാധനം, അതുകൊണ്ട് നോക്കൂ, വായിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് മണ്ണു മീൻകാരൻ പോയതാട്ടെ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാജിക്ക്. ആദ്യം തന്നെ തുറന്നപ്പോൾ ഈ കള്ളി കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഈ കള്ളി കാണിച്ചത്. അപ്പോൾ എങ്ങനെയാണ് കൗണ്ട് ചെയ്യുക, പിന്നെ എന്താണ് മേടിച്ചത്, പിന്നെ കുറച്ച് അത്യാവശ്യ ഐറ്റംസാണ്. അത്യാവശ്യം ഇതോ അത്യാവശ്യം ലാസ്റ്റ് ആയിട്ടാണ് കേട്ടോ. പിന്നെ ജോമെട്രി ബോക്സാണ്. എൻ്റെ കയ്യിൽ ജോമെട്രി ബോക്സ് ഉണ്ട്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ജോമെട്രി ബോക്സ് ഉള്ള ഒരു കോമ്പസ് ഒന്നുമില്ല. നമുക്ക് തുരുമ്പ് പിടിച്ചു. 2 ഉണ്ടായിരുന്നു. ഒരെണ്ണം ഈ ടൈപ്പായിരുന്നു, വേറെ അതും ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, ആദ്യം മണി കിട്ടിയതാട്ടോ. 40 രൂപയാണ്. ഇതിൻ്റെ ചേട്ടൻ്റെ ഡെലിയാണ്. അതോ ഇവാനും എഴുതിയിട്ടുണ്ട്, ഇവാനും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പാക്ക് ചെയ്യട്ടെ കേട്ടോ. ഞാൻ പാക്ക് ചെയ്യുവാണ്. പിന്നെ പാക്ക് ചെയ്യുമ്പോൾ പാക്ക് ചെയ്യാൻ മാത്രം ഐറ്റംസ് ഒന്നുമില്ല. എല്ലാ സെൽസിനും പേരൊക്കെ സെപ്പറേറ്റ് പോലെ ബോക്സിനുള്ളിൽ തന്നെ വെച്ച് പോകുന്നത് നോട്ട് പ്രോബ്ലം. അയ്യോ അടയ്ക്കാൻ കുറച്ച് ടൈം എടുക്കുള്ളൂ. ടൈമൊന്നും എടുക്കില്ല. ഓക്കെ, പിന്നെ എന്താണ് കുറച്ച് ഓക്കെ. അയ്യോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ അടിക്കാൻ മറക്കരുത്. അതുവരെ ബൈ ബൈ.